പൈത്തണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ സംഖ്യകൾ കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക പഠിച്ചിരുന്നു. ഉദാഹരണത്തിന് 3+2 5, 3 - 2 1, 3 / 2 1.5, 3 × 2 6, 3 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 2 തവണ ഗുണിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് അറിയുകയാണെങ്കിൽ 9. അതായത് പവർ കാണുക. ഇങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസൊക്കെ നമ്മൾ ചെയ്തിരുന്നു. ഇനി നമുക്ക് സ്ക്വയർ കാണുവാനായിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന കമാൻഡാണ് SQRT ഓഫ് 25 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എററാണ്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം പൈത്തോൺ പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്നത് മൊഡ്യൂൾസുകളിലായിട്ടാണ്. അപ്പോൾ ആ മൊഡ്യൂളിലൊന്നാണ് മാത്ത്. ആ മാത്തമാറ്റിക്സിൻ്റെ ഷോർട്ട് ഫോമായ മാത്ത്. അപ്പോൾ അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സ്ക്വയർ റൂട്ട് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ട് മാത്ത് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മാത്തമാറ്റിക്സ് എന്നുള്ള മോഡ്യൂൾ മൊത്തം നമുക്ക് ഇമ്പോർട്ട് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് സ്ക്വയർ റൂട്ട് കാണാനായിട്ട് math.sqrt ഓഫ് 25 എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 25ൻ്റെ സ്ക്വയർ റൂട്ട് കാണാനായിട്ട് സാധിക്കും. നമുക്ക് മറ്റൊരു സംഖ്യയുടെ വന്നേക്കാം math.sqrt ഓഫ് 15 എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3.87 കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ 3.87 എന്നുള്ള ഒരു നമ്പറാണ് കിട്ടിയത്. ഇത് കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് നമ്പറാണ്. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് നമ്പറിന് നമ്മൾ ചിലപ്പോഴൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അത് ചിലപ്പോൾ 3 നമ്മൾ മാറ്റാറുണ്ട്, ചിലർ ഇതിനെ 4 മാറ്റും. അതായത് അതിൻ്റെ ഇൻറ്റിജർ പാർട്ടിലോട്ട് നമ്മൾ മാറ്റുന്നതിന് പറയുന്ന പേരാണ് 4 അല്ലെങ്കിൽ സീൽ. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ 3.87 എന്നുള്ള ഈ നമ്പറിനെ നമ്മൾ ഇനി ഫ്ലോർ ആക്കുകയാണ്. അതായത് നമ്മുടെ വീടിൻ്റെയൊക്കെ സീലിംഗ് ചെയ്യുന്ന മുകളിലാണെന്ന്, നമ്മൾ നടക്കുന്നത് താഴെക്കൂടെയാണെന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാകും. ഫ്ലോർ എന്ന് പറഞ്ഞാൽ അടിവശം, സീൽ എന്ന് പറഞ്ഞാൽ മുകൾ വശം. 3.87ൻ്റെ സീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ഉം ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ഉം ആണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് math.4 ഓഫ് 3.87 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 എന്നുള്ള വാല്യൂ കിട്ടുന്നതാണ്. ഇനി നമുക്ക് സീൽ ചെയ്യണമെങ്കിലോ math.ceil ഓഫ് 3.87 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇൻറ്റിജർ പാർട്ടായ 4ലോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സീലിങ്ങും ഫ്ലോറിങ്ങും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു π = 3.14 എന്ന് അടിച്ചു. ഇപ്പോൾ ഇനി പൈയുടെ വാല്യൂ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3.14. പൈയുടെ വാല്യൂ നമുക്കറിയാം 3.14 ആണെന്ന്. എന്നാൽ ആ ക്ലാസ്സിൽ തന്നെ ഞാൻ പൈക്ക് = 3.15 എന്ന് അടിച്ചു കൊടുത്തു. അപ്പോൾ പൈയുടെ വാല്യൂ ചേഞ്ച് ചെയ്തായിട്ട് കണ്ടോ, പൈയുടെ വാല്യൂ ചേഞ്ച് ചെയ്തു. എന്നാൽ നമുക്ക് 3.14 എന്നുള്ള പൈയുടെ യഥാർത്ഥ കോൺസ്റ്റൻറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇമ്പോർട്ട് മാത്ത് എന്നുള്ള ഈ ഫംഗ്ഷൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം math.py അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ 3.141592 എന്ന് തുടങ്ങുന്ന പൈയുടെ യഥാർത്ഥ വാല്യൂ കിട്ടുന്നതാണ്. ഇങ്ങനെയാണ് പൈയുടെ വാല്യൂ നമ്മൾ പൈത്തോണിൽ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു കോൺസ്റ്റൻ്റായ ഇയുടെ വാല്യൂ നോക്കാം. math.e 2.71 കണ്ടോ. ഇങ്ങനെ നമുക്ക് പലവിധ കോൺസ്റ്റൻ്റുകൾ നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് മാത്സിനെ എമ്മിലോട്ട് ചുരുക്കി നോക്കാം. m.e എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന എററാണ്. അപ്പോൾ നമുക്ക് മാത്സിന് അടിക്കേണ്ട, നമുക്ക് എം മാത്രം മതിയെങ്കിൽ ആ എമ്മിലോട്ട് നമ്മൾ ചുരുക്കണം. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ടതാണ് ഇമ്പോർട്ട് മാത്ത് ആസ് എം എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇനി മാത്തൊന്ന് അടിക്കേണ്ട, എം എന്ന് അടിച്ചു കൊടുത്താൽ മതി. നമുക്ക് നോക്കാം. m.e കണ്ടോ, എറർ ഇല്ലാതെ തന്നെ നമുക്ക് ഈ വാല്യൂ തന്നെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മാത്ത് അടിച്ചു കൊടുക്കാതെ m.e കിട്ടണമെങ്കിൽ ഈ ഒരു കമാൻഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാത്തിനെ എമ്മിലോട്ട് ചുരുക്കാവുന്നതാണ്. നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. m.sqrt ഓഫ് 25 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ 5 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ മാർക്സ് എന്ന് അടിച്ചു കൊടുത്താലും ഇതേ വാല്യൂ തന്നെ കിട്ടും. math.sqrt ഓഫ് 25 കണ്ടോ, നമുക്കിങ്ങനെ രണ്ട് രീതിയിലും കിട്ടുന്നതാണ്. ഈ ഒരു കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാത്ത് എന്നുള്ള രീതിയിലും എം എന്നുള്ള രീതിയിലുള്ള കമാൻഡ് അടിച്ചു കൊടുത്താലും രണ്ടിൽ നമുക്ക് ആൻസർ കിട്ടുന്നതായിട്ട് സാധിക്കും. ഈ എമ്മിന് പകരം എയോ ഇയോ നമുക്ക് ഇഷ്ടമുള്ള ഏത് ലെറ്റർ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടം. ഇനി നമുക്ക് ഷെല്ലിന് നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതിനായിട്ട് Ctrl+F അടിക്കുക, റീസ്റ്റാർട്ട് ഷെല്ല് ചെയ്തിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നമുക്ക് m.e എന്ന് അടിച്ചു നോക്കാം. m.e നമുക്കിവിടെ വർക്കാവും നോക്കാം. കണ്ടോ, എററാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, സെയിം എററാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് നോക്കാം. കണ്ടോ, എറർ നെയിം m ഈസ് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ ഇത് നമ്മൾ യാതൊരു ബന്ധമില്ലാത്തതുപോലെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ആ കാര്യം പ്രത്യേകം ഓർക്കുക. മാത്തിനെ നമുക്ക് മറ്റു രീതിയിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഫ്രം മാത്ത് ഇമ്പോർട്ട് SQRT, പൗ
ഇപ്പോൾ SQRT എന്ന് പറഞ്ഞ് നമുക്കറിയാം സ്ക്വയർ റൂട്ട്, പവർ എന്ന് പറഞ്ഞാൽ പവർ കാണുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 2 ഷോർട്ട് അടിച്ചു കൊടുത്തു. ഇനി നമ്മൾ നോക്കാം SQRT ഓഫ് 25 അടിച്ചു കൊടുത്താൽ നമുക്ക് ആൻസർ 5 എന്ന് കിട്ടും. അതായത് നമ്മൾ ആദ്യം കൊടുത്തിരുന്നു SQRT ഓഫ് 25 കണ്ടോ, ഈ ഫംഗ്ഷൻ ഇവിടെ അടിച്ചു കൊടുത്തപ്പോൾ നമുക്കിവിടെ എററായിട്ടാണ് കിട്ടിയത്. കണ്ടോ, നെയിം SQRT ഈസ് നോട്ട് ഡിഫൈൻഡ് എന്നാണ് കാണിച്ചത്. എന്നാൽ ഇവിടെ SQRT എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. മാത്സിനകത്ത് നമ്മൾ SQRT നമ്മൾ പ്രത്യേകം ഇമ്പോർട്ട് ചെയ്ത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് SQRT ഓഫ് 25 എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് നോക്കാം. പവർ 3,2 അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് 9 എന്നുള്ള ആൻസറാണ്. അപ്പോൾ നമ്മൾ മുമ്പേ അടിച്ചു കൊടുത്തപ്പോൾ ഇതെല്ലാം എററായിരുന്നു. അതിനകത്ത് നമ്മൾ ഓരോ ഫംഗ്ഷന് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷോർട്ട് കട്ടായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കമാൻഡിൽ നമ്മളത് ഷോർട്ട് കട്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് പലപ്പോഴും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഏതൊക്കെ ഫംഗ്ഷനുകളാണ് നമുക്ക് മാത്സിലുള്ളത് എന്ന് നമുക്കറിയണമെങ്കിൽ അതിനായിട്ട് ഹെൽപ്പിനകത്ത് മാത്ത് സിംഗിൾ ഇൻവേർട്ടർ കോമ ക്ലോസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ബോക്സിൽ സീക്വൻസ് ടെക്സ്റ്റ് 301 ലൈൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സുള്ള മറ്റ് ഫംഗ്ഷൻസുകൾ നമുക്ക് ഇവിടെ കിട്ടും. ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്, ഫാക്ടോറിയൽ, ഇങ്ങനെയുള്ള പലവിധ ഫംഗ്ഷൻസുകൾ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ അവിടെ ഇത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം സ്വന്തമായിട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രോഗ്രാമിൽ വളരെയധികം മുന്നേറുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പറയാം.